This is video 3 and this is regarding എങ്ങനെ സ്റ്റോക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക. സ്റ്റോക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. പ്ലീസ് record. Photographs and recording is very strong evidence. എവിഡൻസ് ഇല്ലാതെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നിങ്ങളുടെ കേസ് പോവും. ഒരു വാല്യൂ ഇല്ല. കോടതി പോയി സബ്മിറ്റ് ചെയ്താലും കേസില്ല. നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. യു ഡോണ്ട് ഹാവ് എവിഡൻസ്. അതുകൊണ്ട് തന്നെ പ്ലീസ് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ നമ്പേഴ്സ് അതിൻ്റെ ലെറ്റർ, കംപ്ലയിൻറ്റ് ചെയ്തിരിക്കുന്ന ലെറ്ററിൻ്റെ കോപ്പി മേടിക്കുക. നിങ്ങൾ കൊടുക്കുന്ന വോയിസ് മെസ്സേജസ്, ഇമെയിൽസ് എല്ലാം അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾ ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിൻ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഡിവൈസ് ആരൊക്കെ എത്ര IP അഡ്രസ്സ് ഉണ്ട്, എത്ര ഡിവൈസസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറോട് സംസാരിച്ച് അത് മനസ്സിലാക്കുക. യാത്രാ സ്ഥലങ്ങളിൽ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ ഫോട്ടോസ് എടുക്കുക. നാട്ടുകാരെന്ത് പറയും ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. നിങ്ങളുടെ ലൈഫ് ആദ്യമേ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അധികാരമാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ആരെങ്കിലും കയറി വരിക, നിങ്ങളെ ശല്യപ്പെടുത്തുക, നിങ്ങളുടെ കണ്ണവാൻ ഇത്ര അടുത്തായിട്ടൊക്കെ വന്ന് നിന്നാൽ യു ഹാവ് ദ റൈറ്റ് ടു പുഷ് ദം ബാക്ക് ഡ്യൂഡ്. ആർക്കും നിങ്ങളുടെ പേഴ്സണൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കാനൊന്നും അധികാരമൊന്നുമില്ല. They can't come and try to touch you or try to block you with their hand or do something like that. That's crime. It's against the law. You can't do that. Nobody can do that. ആണുങ്ങളോടും പാടില്ല, പെണ്ണുങ്ങളോടും പാടില്ല. There's no difference with the law like that saying പെണ്ണുങ്ങൾ മാത്രം അങ്ങനെ. No. For men and women equal. So please understand the law. Understand your human rights. ഇതെല്ലാം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതാദ്യമേ മനസ്സിലാക്കുക. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒന്ന് ഗ്യാങ് സ്റ്റോക്കിങ്ങിൻ്റെ ലോ എന്താണ് നിങ്ങൾ ഓൺലൈൻ നോക്കുക. ഇത് BNS ആണ് പുതിയ ലോ. IPC എല്ലാം മാറി 1 ജൂലൈ മുതൽ BNS ആണ്. ഓൺലൈൻ ഒന്ന് സെർച്ച് ചെയ്യുക. സ്റ്റോക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലോ നിയമം എന്താണ്. 354D ആണ് എൻ്റെ അറിവിൽ ഇപ്പോഴും, പക്ഷേ BNS ആണ്, IPC ഇല്ല. പിന്നെ നോക്കേണ്ട ഹറാസ്മെൻറ്റ് നിയമം, അതിൻ്റെ ലോ എന്താണ്, അതിൻ്റെ കുറ്റം പണിഷ്മെൻറ്റ് എന്താണ് ക്രിമിനൽസിന് കൊടുക്കുന്നത്, അത് നോക്കുക. സൈബർ ക്രൈം എന്താണ് അതിന്, അതും കൂടെ കൊടുക്കുക. ഇമോഷണൽ മെൻ്റൽ ടോർച്ചർ, നെയ്ബർ ഹറാസ്മെൻറ്റ്, വർക്ക് പ്ലേസ് ഹറാസ്മെൻറ്റ്, ഇതിനെല്ലാത്തിനും നിയമമുണ്ട്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത ആൾക്കാരും പറയരുത് നിയമം ഒന്നും ഇല്ല അതുകൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറയരുത്. ഇതിനെല്ലാത്തിനും നിയമമുണ്ട്. ഇല്ലാത്തതിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്, ഉള്ളതിൻ്റെ കഥയാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാത്തിനും നിയമം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് ഇവർക്ക് എഗൻസ്റ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ആൻഡ് ആസ് പെർ ലോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. സിമ്പിൾ. നിങ്ങളെ ഹറാസ് ചെയ്തു, നിങ്ങളെ ശല്യപ്പെടുത്തുന്നു, നിങ്ങൾ സ്റ്റോക്ക് ചെയ്തു, ഒരു ഇടത്തല്ല പലയിടത്ത് സെയിം ആൾ വരുന്നു പോകുന്നു, നിങ്ങളെ ശല്യപ്പെടുത്തുന്നു, നിങ്ങളെ വാങ്ങുന്ന സാധനങ്ങൾ ഇടയ്ക്ക് വന്ന് ഇടിച്ചു കയറുന്നു, റെക്കോർഡ് ചെയ്തുകൂടെ നിങ്ങൾക്ക്? എന്നോട് വന്ന് സഹായിക്കുമെന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സഹായിക്കുക. കുറച്ചൊന്ന് തൻ്റെ ഒന്ന് ഗെറ്റ് സ്ട്രോങ്. പേടിച്ചതിനകത്ത് ഇരുന്ന അയ്യോ ഇനി എന്നെ ചൂഷണം ചെയ്യുന്നതെന്ന് വെച്ചാൽ പേടിച്ച, എന്നാൽ പിന്നെ അവിടെ ഇരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ലേൺ ടു ഹെൽപ്പ് യുവർ സെൽഫ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് മുന്നോട്ടും കൂടെ വാ. ലേൺ ടു കം ആൻഡ് ഫേസ് ദ ക്യാമറ, സ്റ്റാർട്ട് റെക്കോർഡിങ്. ഇൻ്റർനാഷണലി ആൾക്കാർ എന്തുമാത്രം വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നാട്ടിലെ ആൾക്കാർക്ക് ഇത്രയും ഇമേജിനോട് വാല്യൂ ചെയ്യുന്നത് ഹൈപ്പർ ഇമേജ് വാല്യൂ ആണ്. ചത്താലും വേണ്ടില്ല എൻ്റെ ഇമേജ് പോരുതേ എന്ന് പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ. ഉള്ള കാര്യം പറയും. ഇമേജ് പോകാൻ പാടില്ല കേട്ടോ. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഇഫ് യു ഡൈ, ഇമേജ് കളയരുത്. അതാണ് പ്രയോറിറ്റി. ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്കിത് ശരിക്കും നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇമേജ് അല്ല പ്രധാനം, ആൾക്കാരെന്ത് പറയുമെന്നല്ല പ്രധാനം. നിങ്ങളുടെ ജീവിതം തിരിച്ചു കിടക്കുക. ഗെറ്റ് യുവർ ലൈഫ് ബാക്ക് പ്ലീസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ആൾക്കാരെന്ത് പറയാതിരിക്കുക. ഹൂ കെയർസ്? അവരാണോ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ, അതാണോ നിങ്ങളുടെ എല്ലാം സഹായം ചെയ്യുന്നത്? ഈ നാട്ടുകാരാണോ വല്ലതും ചെയ്യുന്നത്? അല്ലല്ലോ. യു ഷുഡ് ബി സ്ട്രോങ് ഫോർ യുവർ സെൽഫ്. On that note, I'm just hoping people take action against these criminals. Be strong, be verbal. പറയാൻ പറ്റണം, തൻ്റെ ഇടം വേണം. എന്താടാ എന്ന് ചോദിക്കാൻ എന്നുള്ള ധൈര്യം യു ഷുഡ് ബ്രിങ് ഇറ്റ് അപ്പ് ഇൻ യു. ഫേസ് ചെയ്യണം. ഒരു സിറ്റുവേഷൻ വന്നാൽ ആണോ അല്ലയോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൺഫ്രണ്ട് ചെയ്യുക. നേരിട്ട് അങ്ങോട്ട് നടന്നു പോവുക. നിങ്ങൾക്ക് കാണാം എലികൾ ഓടുന്ന പോലെ ഇവരൊക്കെ ഓടിപ്പോകുന്നു. അത്രയ്ക്ക് പേടിയാണ് ഇവർക്ക്. ഈ പുറമേ കാണിക്കുന്ന ഈ ജാട ഇവർ കാണിക്കുന്നത് 1000 വട്ടം പേടിയാണ്. ദേ ആർ ക്രിമിനൽസ്. അവർക്കറിയാം അവർ പിടിക്കപ്പെട്ട പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. അവർ ജയിലിൽ പോകുന്ന അവർക്കറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് അവരുടെ പുറയൊന്നും ചോദിച്ചല്ലേ. സ്റ്റോക്ക് ദ സ്റ്റോക്കർ. ഈ കള്ളന്മാരുടെ വരെ നിങ്ങളൊന്ന് തിരിച്ചൊന്ന് കളിയൊന്ന് കളിച്ചു നോക്ക്. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ടേക്ക് കെയർ. ഐ ഹോപ്പ് യു ടേക്ക് മൈ പോയിൻറ്റ്സ് ഇൻ എ പോസിറ്റീവ് മാനർ. ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും.
പിന്നെ അല്ലാത്ത കുറേ ക്രിമിനൽസ് നിങ്ങൾ കമൻറ്റ് ഇട്ടാലും താങ്ക് യു. ഇറ്റ്സ് എ ഗുഡ് വേ ഫോർ മീ ടു ക്യാച്ചിങ് യു. സി യു.